നാം ഏവരും ഉള്ളത്. ഇവിടെ കഴിഞ്ഞ 2 മാസമായി നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കൂടെയും കടന്നു പോന്ന് ഇന്നലെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ അധ്യക്ഷ പദവിയിലേക്കും ഉപാധ്യക്ഷ പദവിയിലേക്കുമുള്ള അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷകളെയും തിരഞ്ഞെടുക്കുക കൂടി ചെയ്തതോടുകൂടി ഈ ഈ 3ാം തട്ടിലുള്ള ഗവൺമെന്റുകളുടെ അധികാരം തുടങ്ങിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ 73-74 ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് 1995 നിലവിൽ വന്നതാണ് ഗ്രാമപഞ്ചായത്തുകൾ. അതിന്റെ മുമ്പ് പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ വിപുലമായ അധികാരങ്ങളോ ഫണ്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഗ്രാമങ്ങളിൽ നിന്നുള്ള വികസനം അത് നടക്കുക തന്നെ വേണം എന്നുള്ള ഭരണാധികാരികളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ഉണ്ടാക്കിയ നിയമനിർമ്മാണവും സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും മാത്രം ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത് 1,00,000-ഓളം ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളെ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ വികസന ചരിത്രത്തിലും ജനാധിപത്യ വികേന്ദ്രീകരണത്തിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇവിടെ അമ്മിനിക്കാട് പ്രദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മഹത്തായ സംഘടന സംസ്ഥാപിതമായത് മുതൽ താഴെക്കോട് പഞ്ചായത്തിലും പെരിന്തൽമണ്ണ മണ്ഡലത്തിലും സംഘടനാ പാടവത്തിലും അതിന്റെ ഹരിത ശക്തിയിലും പാർട്ടി എന്ത് കൽപ്പിക്കുന്നോ അതൊക്കെ അക്ഷരം പ്രതി നടപ്പിലാക്കിക്കൊണ്ടും പാർട്ടിയുടെ സംഘടനാ ചരിത്രത്തിൽ ഏറ്റവും നല്ല യൂണിറ്റായി നിലനിൽക്കാൻ കഴിഞ്ഞ 7 പതിറ്റാണ്ടായി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ അവസരത്തിൽ അയവിറക്കാനുള്ളത്. താഴെക്കോട് പഞ്ചായത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥലം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ 183 ബൂത്തുകളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥലം മലപ്പുറം നിയോജക മണ്ഡലത്തിലെ 1000-ഓളം വരുന്ന ബൂത്തുകളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് രേഖപ്പെടുത്തുന്ന സ്ഥലം എന്നു വേണ്ട ചന്ദ്രികാ ദിനപത്രത്തിന്റെ പ്രചരണത്തിലും പാർട്ടി ആഹ്വാനം ചെയ്യുന്ന എല്ലാ സമരഘട്ടങ്ങളിലും പങ്കാളിത്തം കൊണ്ടും അതുപോലെ തന്നെ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടും ഈ പ്രദേശം നമ്മുടെ ഈ സമീപ പ്രദേശങ്ങൾക്ക് ഒരു മാതൃകയായി തന്നെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഭാഗമായി കൊണ്ട് മാത്രമാണ് താഴെക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ വിജയം നടത്തി ഇടതുപക്ഷത്തിൽ നിന്നും നമ്മൾ ഭരണം പിടിച്ചെടുത്ത് അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വിനീതനായ എന്നെ തെരഞ്ഞെടുക്കാനുണ്ടായത് ആ രാഷ്ട്രീയ കാരണങ്ങളാണ്. ഒരിക്കലും വ്യക്തിപരമായി എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായി ഞാൻ ഇതിനെ കാണുന്നേയില്ല. ഈ പ്രദേശത്ത് ഈ അർദ്ധചന്ദ്ര താരാങ്കിത ഹരിത പതാക നടത്തിയിട്ടുള്ള ജോജ്വലമാനമായ പോരാട്ടങ്ങളുടെ ആകത്തുകയാണ് ഈ പ്രസിഡൻഷിപ്പ് എന്നുള്ളത് നിങ്ങൾ ഏവരും ഓർക്കണം. അങ്ങനെ മാത്രം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഇവിടെ MSF ഉണ്ട്, യൂത്ത് ലീഗ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വനിതാ ലീഗ് ഉണ്ട്, നമ്മുടെ ഹരിതയുണ്ട്. എല്ലാറ്റിലും ഉപരിയായി ഏകദേശോളം 600-ൽ പരം പ്രവാസികൾ അമ്മിനിക്കാട് നിന്ന് പ്രവാസ ലോകത്തുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ദൂരത്താണെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് അമ്മിനിക്കാടുത്തെ രാഷ്ട്രീയ ചലനങ്ങൾ, അമ്മിനിക്കാടുത്തെ സാമൂഹിക ചലനങ്ങൾ, അമ്മിനിക്കാടുത്തെ സാംസ്കാരിക ചലനങ്ങൾ മനസ്സിലാക്കുകയും അതിനെ നമ്മുടെ സംഘടനാ രീതിക്കനുസരിച്ചും നമ്മുടെ ദീനീ രീതികൾക്കനുസരിച്ചും നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചും കൊണ്ടുപോകുന്നതിൽ ഇവിടെയുള്ള ആളുകളെക്കായി അവർ ജാഗരൂകരായി പ്രവർത്തിച്ചത് കൊണ്ടുകൂടിയാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. കഴിഞ്ഞ 5 വർഷം ഗ്ലോബൽ KMCCന്റെ പ്രവർത്തനം എന്നുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു
ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. ഈ താഴെക്കോട് പഞ്ചായത്തിന്റെ ഭരണം നല്ല കെട്ടുറപ്പോടുകൂടി വീണ്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടണം. അതിനുവേണ്ടി രാത്രിയിൽ സൂം മീറ്റിങ്ങുകൾ നടത്തുകയും പിന്നീട് അതിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങൾ പരിപാടികളാക്കിക്കൊണ്ടും അതുപോലെ തന്നെ ജനസമ്പർക്ക പരിപാടികളാക്കിക്കൊണ്ടും അങ്ങനെ വിവിധങ്ങളായ പരിപാടികളിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിച്ച് മാറ്റമുണ്ടാക്കി. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംഘടനാ ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയെയും മണ്ഡലം കമ്മിറ്റിയെയും ഒക്കെ അതിന്റെ സമ്മതത്തോടുകൂടി ഭാഗവാക്കാക്കിക്കൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടാൻ നമുക്ക് സാധിച്ചതിൽ ഗ്ലോബൽ KMCCയുടെ പങ്ക് വളരെ വലുതാണ്. അവർ തന്നെയാണ് ഈ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തുടർന്ന് അങ്ങോട്ടും നമ്മളിപ്പോ സെമി ഫൈനൽ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്നത് വലിയ ഫൈനലാണ്. ഈ ഭരണ തുടർച്ച, പിണറായി ഗവൺമെന്റ് ഉണ്ടായിട്ടുള്ള ഭരണ തുടർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളൊക്കെ തകിടം മറിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമല്ല പരാജയപ്പെടുത്തിയത്, ഈ രാജ്യത്തെ മീഡിയ, കേരള സംസ്ഥാനത്തെ മീഡിയകൾ നിങ്ങളൊന്ന് നോക്കൂ. ഏതെങ്കിലും ഒരു വിഷ്വൽ മീഡിയയോ അല്ലെങ്കിൽ ഒരു പ്രിന്റ് മീഡിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള ഒരു വ്ളോഗേഴ്സോ നമുക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിച്ചു. ഇന്ന് ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ വിലക്കയറ്റമുണ്ട് എന്ന് പറയാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം തയ്യാറായിട്ടില്ല. അത്തരം ചർച്ചകളെ നടക്കുന്നില്ല. ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ഇവിടുത്തെ മീഡിയയോ ഗവൺമെന്റോ ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അപ്പോ നമുക്കാണ് ജനങ്ങളുമായിട്ടുള്ള ബന്ധം. നമ്മളാണ് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തത്. ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി. രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച ആ ദൗത്യം, ഭാരത് ജോഡോ യാത്രയുടെ രാജ്യത്തെ ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയതിന്റെ ഭാഗമായിട്ട് BJP ഏകകക്ഷി ഭരണത്തിൽ നിന്ന് അവര് ഒരു കൂട്ടുകക്ഷി ഭരണത്തിലേക്ക് മാറി. പിന്നീട് ഇങ്ങോട്ട് നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ഈ രണ്ടാം പിണറായി സർക്കാരിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ തൃക്കാക്കരയിലായാലും ശരി, നിലമ്പൂരിലായാലും ശരി, പാലക്കാടായാലും ശരി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ശരി, ഇപ്പൊ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും ശരി, പിണറായി വിജയനും UDFും നേർക്കുനേർ ഏറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പുകളായിരുന്നു ഒക്കെ. അവിടെയൊക്കെ ഇടതുപക്ഷത്തിന് കനത്ത പരാജയം സംഭവിച്ചു. നമ്മൾ സെമി ഫൈനൽ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. പെരിന്തൽമണ്ണയുടെ മണ്ണ് അതിന് പാകപ്പെട്ടിരിക്കുകയാണ്. അത് പാകപ്പെടുത്തിയത് പ്രിയങ്കരനായ നമ്മുടെ MLA നജീബ് സാഹിബിന്റെ അതിവിശിഷ്ടമായ വ്യക്തിത്വമാണ്. എല്ലാവരെയും തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് സംഘടനാ രംഗത്ത് പാർട്ടി അനുവദിക്കുന്ന എല്ലാ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഉൾപാർട്ടി ജനാധിപത്യവും ആസ്വദിച്ചുകൊണ്ട് സംഘടനക്കകത്ത് നടക്കുന്ന എല്ലാ പ്രതിസന്ധി പ്രയാസങ്ങളെയും അദ്ദേഹം ഏകോപിപ്പിച്ചു. മുന്നണിക്കകത്ത് നടക്കുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പരിഹരിച്ചു. അങ്ങനെ പരിഹരിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 7.5 പതിറ്റാണ്ടിന് ഉള്ളിൽ നടക്കാത്ത വലിയ മാറ്റങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഏലംകുളം അടക്കം മുനിസിപ്പാലിറ്റി അടക്കം മാറ്റാൻ സഹായിച്ചത് പ്രിയപ്പെട്ട നജീബ് സാഹിബിന്റെ പ്രത്യേക തരത്തിലുള്ള ഇടപെടലുകളായിരുന്നു. അതിനനുസരിച്ച് കീഴടങ്ങൾ നമ്മുടെ മണ്ഡലം കമ്മിറ്റി സപ്തദിന പദയാത്രയോടുകൂടിയാണ് ഇപ്രാവശ്യത്തെ ജനാധിപത്യ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. ആ സപ്തദിന പദയാത്രയോടനുബന്ധമായി നമ്മുടെ മണ്ഡലത്തിന് കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും രാഷ്ട്രീയ സന്ദേശം എത്തിക്കാൻ സാധിച്ചു. അതിന്റെയും ഒരു റിസൾട്ടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയാൻ കഴിഞ്ഞ 5 വർഷമായി താഴെക്കോട് പഞ്ചായത്തിന്റെ ബോർഡിനകത്തും പുറത്തും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട റഷീദ് മാസ്റ്റർ, അദ്ദേഹം താഴെക്കോട് പഞ്ചായത്തിന്റെ ബോർഡിൽ ഒരു കൊടുങ്കാറ്റായിരുന്നു. നമ്മുടെ മെമ്പർമാരെ ഏകോപിപ്പിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഏവർക്കും എതിരായിക്കൊണ്ട് അതിന്റെ ഉള്ളിൽ ഡിസന്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ ഡിസന്റുകളൊക്കെ ആ കാര്യങ്ങളൊക്കെ പുറത്തെത്തിച്ചുകൊണ്ട് സംഘടനാ തലത്തിൽ പ്രിയപ്പെട്ട FT അംസലും മറ്റു ആളുകളും ചേർന്ന് പിടിച്ചപ്പോൾ താഴെക്കോട് പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ടായി. ആ വിജയം ജനങ്ങൾക്ക് സമർപ്പിക്കുക, ആ വിജയത്തിന്റെ മാധുര്യങ്ങളുമായി ചർച്ച ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. താഴെക്കോട് പഞ്ചായത്തിൽ കേവലം ഒരു ഭരണമാറ്റമല്ല നടന്നിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് അവരുടെ വികസനം, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള
പ്രയാണങ്ങളിൽ പ്രവർത്തനങ്ങളിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്, ഈ ഭരണസമിതിയിൽ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷക്കനുസരിച്ച് ഉയരാൻ നിങ്ങളുടെ കൂട്ടായ്മയും അതുപോലെ തന്നെ നിങ്ങളുടെ പിൻബലവും തുടർന്നുള്ള നാളുകളിൽ